ദല്ലാൽ നന്ദകുമാറിനെതിരായി ഒരു വാക്ക് ജയരാജൻ്റെ വായിൽ നിന്ന് വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. ഇനി ദല്ലാൽ നന്ദകുമാർ എന്താ പറഞ്ഞത്? ഞാൻ പത്രസമ്മേളനം നടത്തുന്നതിന് മുമ്പ് ഞാൻ ഇയാളുമായിട്ട് ഫോണിൽ സംസാരിച്ച് ഞാനിതെല്ലാം പറഞ്ഞു. ഇനി സംസാരിച്ച് കഴിഞ്ഞിട്ട് എന്ത് ദല്ലാൾ, ഏത് ദല്ലാൾ, എവിടുത്തെ ദല്ലാളെന്ന് ചോദിച്ചാൽ പിന്നെ എനിക്ക് ഓരോന്നൊക്കെ വിളിച്ച് പറയേണ്ടി വരും. വെറുതെ നീരുവീഴ്ച. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഞാൻ അവിടെ ഇരിക്കുന്ന ബ്രോസറോടല്ല ഞാൻ പറയുന്നത്, ഇത് കേൾക്കുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത്. ഒരു ദല്ലാൾ, ആരാണ് ദല്ലാൾ? എല്ലാ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയും ദല്ലാൾ പണി നടത്തുന്ന ആളാണ്. അംബാനിക്കും അദാനിക്കും വേണ്ടി വരെ പിന്നെ ദല്ലാൾ പണി നടത്തിയിരുന്ന ആരോപണം ഉന്നയിച്ചിട്ടുള്ള ആളാണ്. അയാൾ വന്നിരുന്ന് പച്ചയ്ക്ക് ജയരാജൻ എന്ന് പറഞ്ഞ CPM-ന്റെ പിന്നെ കേന്ദ്ര കമ്മിറ്റി അംഗത്തെ വിരട്ടുകയാണ്. ഞാനെല്ലാം വിളിച്ചു പറഞ്ഞു കഴിയുമ്പോൾ ഏത് ദല്ലാൾ, എന്ത് ദല്ലാളെന്ന് ചോദിക്കരുത്. ചോദിച്ചാൽ നീരുവീഴ്ച ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗത്തിനെ ഒരു ദല്ലാൾ വന്ന് പച്ചയ്ക്ക് വിരട്ടി തുണി ഉരിയുകയാണ്. എന്നിട്ട് ഈ ജയരാജന് ഒരു വാക്കെങ്കിലും ആ ദല്ലാളിനെതിരെ പറയാൻ കഴിഞ്ഞോ? ഞാൻ 10 വർഷം മുമ്പായിരുന്നെങ്കിൽ ഒരു ദല്ലാൾ ഇതുപോലെ ഒന്ന് പറയുമായിരുന്നു, അവിടെ കയ്യും കാലും പിടിക്കുമായിരുന്നു CPM. ഇന്ന് ദല്ലാൾ ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ദല്ലാളിന് മുമ്പിൽ കുമ്പിട്ട് വിശ്വസ്ത വിനീതനായി നിൽക്കുകയാണ് പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെ. ഇനി അനിൽ പറഞ്ഞ ചോദ്യത്തിന് ഞാൻ പറയാം. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഈ ജയരാജനെതിരെ ഒരു നടപടി എടുക്കാത്തതിൻ്റെ കാരണം പിണറായി വിജയനെ രക്ഷിക്കാനാണ് ജയരാജൻ ജാവേദ്കറുമായിട്ട് ചർച്ച നടത്തിയത് എന്നാണ്. അത് ഞാൻ പറയുന്ന മാത്രമല്ല, ദല്ലാൽ നന്ദകുമാർ അയാളുടെ പത്രസമ്മേളനത്തിൽ പല അവസരത്തിലും പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയനെ രക്ഷിക്കാനാണ് ജയരാജൻ ചർച്ചയ്ക്ക് വന്നത്. ഇനി പിണറായി വിജയനെ രക്ഷിക്കാനല്ലെങ്കിൽ എന്തിനാണ് ലാവ്ലിൻ കേസ് അട്ടിമറിക്കുന്നുള്ളത് ആദ്യത്തെ കണ്ടീഷനാവുന്നത്? വല്ല കണ്ടീഷനാവേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയനെ രക്ഷിക്കാനാണ് ജയരാജൻ ആ ചർച്ചയ്ക്ക് പോയത്. അതുകൊണ്ട് തന്നെ ജയരാജൻ്റെ ഒരു രോമത്തേൽ പോലും ആർക്കും തൊടാൻ കഴിയില്ല. അതിന്ന് സംസ്ഥാന പാർട്ടി സെക്രട്ടേറിയറ്റും ഒക്കെ തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, പക്ഷേ അത് പൊരുത്തപ്പെട്ടു പോകുന്നില്ലല്ലോ. പിണറായിയായിട്ട് പിണങ്ങി നിൽക്കുകയായിരുന്നില്ലേ EP ജയരാജൻ? എൻ്റെ പൊന്ന് അനിലെ, ഇതൊക്കെ എനിക്കും ഇത് പബ്ലിക് കൺസംഷന് വേണ്ടിയുള്ളതല്ലേ? ഇതൊക്കെ നമുക്ക് വേണ്ടിയുള്ളതല്ലേ? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനല്ലൊന്ന് മറുപടി പറയൂ. ദല്ലാൽ നന്ദകുമാർ തന്നെ പറയുന്നു പിണറായി വിജയനെ രക്ഷിക്കാനാണെന്ന്. പിണറായി വിജയനെ രക്ഷിക്കാനല്ലെങ്കിൽ ലാവ്ലിൻ കേസ് എങ്ങനെയാണ് ഇതിനകത്ത് കയറി വരുന്നത്? അല്ല, ദല്ലാള് പലതും പറയും. ദല്ലാള് എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്ന് അനിലെ ഞാൻ ചോദിക്കുന്നത്. ദല്ലാളെന്ന് പറഞ്ഞാൽ 1% പോലും വിശ്വാസയോഗ്യത ഇല്ലാത്തയാളാണ്. ഒരു സംശയവും കാര്യത്തിലില്ല. അയാളെ പരസ്യമായി ഞാനും ഒരുപാട് വിമർശിച്ചിട്ടുള്ളതാണ്. അയാള് പറഞ്ഞിട്ട് അതിനൊരു മറുപടി കൊടുക്കാനുള്ള നട്ടല് മിണ്ടാതിരി അവിടെ. അസംബന്ധം പറയാം. നീ ആരടാ? നീ ദല്ലാളല്ലേ? നിനക്ക് എന്താണ് ഇത് പറയാനുള്ള അർഹത? അങ്ങനെ ഒരു മീറ്റിംഗ് നടന്നിട്ടില്ല. പിണറായി വിജയനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ പ്രകാശ് ജാവ്ദേക്കറുമായി സംസാരിച്ചിട്ടില്ല എന്ന് പറയാനുള്ള ചങ്കുറപ്പ്, നട്ടല്, ആർജവം, ഇച്ഛാശക്തി ഇത് വല്ലതും ജയരാജനുണ്ടോ? ഇല്ല. കാരണം ജയരാജന്റെ അടിമുടി രഹസ്യങ്ങൾ, ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ രഹസ്യങ്ങൾ നന്ദകുമാറിനറിയാം. അതുകൊണ്ടാണ് നന്ദകുമാർ ഞാൻ പറഞ്ഞത് എന്നെ തള്ളി പറഞ്ഞാൽ ഞാൻ വിളിച്ചു പറയൂന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ്. അല്ലാതെ വ്യക്തിപരം മാത്രമല്ല, സംഘടനാപരം കൂടിയാണ്. 100%. അതുകൊണ്ടാണ് അയാൾ വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. എന്താ പറയുന്നറിയോ? പിണറായി വിജയൻ ക്വാളിറ്റി ഉള്ളവനാണ്. ആര്? നന്ദകുമാർ പറയാണ് പിണറായി വിജയൻ ക്വാളിറ്റി ഉള്ളവനാണ്. അത് വായിക്കുന്നില്ല. എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ചിലർ പിണറായി വിജയൻ്റെ അടുത്ത് ചെന്നു. പിണറായി വിജയൻ പോടാവൂ എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു. അപ്പൊ ദല്ലാൽ നന്ദകുമാറും നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് പിണറായി വിജയന്. അപ്പൊ പാർട്ടിയെ വളർത്താനും പാർട്ടിക്ക് പണമുണ്ടാക്കി കൊടുക്കാനും ദല്ലാൽ നന്ദകുമാറുമായി ഒരുപാട് അവിശുദ്ധ, നിയമവിരുദ്ധ, ഭരണഘടനാ വിരുദ്ധ ഇടപാടുകൾ ഈ പാർട്ടി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ദല്ലാൽ നന്ദകുമാറിന് ഒന്നും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഒരു 10 വർഷം മുമ്പായിരുന്നെങ്കിൽ ദല്ലാൽ നന്ദകുമാർ ഈ കേരളത്തിൽ നിന്ന് ഓടിപ്പോയേനെ. ഇന്ന് ദല്ലാൽ നന്ദകുമാർ EP ജയരാജനെ വിളിച്ചിട്ട് മിണ്ടി പോകരുത്. എന്ത് ദല്ലാൾ, ഏത് ദല്ലാൾ എന്ന് പറയരുത്, നീരുവീഴ്ച ഉണ്ടാവും എന്ന് വരെ പറയുന്ന ഒരു ഗതികെട്ട അവസ്ഥയിൽ CPM-ഉം പിണറായി വിജയനും EP ജയരാജനും ഒക്കെ വന്ന് പതിച്ചിരിക്കുന്നു.